ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അങ്ങനെ റോബോട്ടിക് വാക്വം ക്ലീനർ അൺബോക്സ് ചെയ്യാം. ഇത് ഏതാ വാക്വം ക്ലീനർ വാങ്ങിക്കണേ? എക്കോവാക്കിന്റെ ഡീബൂട്ട് Y1 Pro. ഓക്കെ ഓക്കെ. ഈ സെയിം മോഡൽ തന്നെയാണ് ഞാൻ വീട്ടിൽ വാങ്ങിക്കുന്നത്. അടിപൊളി സാധനമല്ലേ? ഇതിന് അത്യാവശ്യം ഇതില്ലേ റിവ്യൂ? നല്ല 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 പ്രൊഡക്റ്റ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മോപ്പിംഗ് ഉണ്ട്. അതുകൂടാതെ സെക്ഷൻ ചെയ്തെടുക്കുകയും ചെയ്യും. പക്ഷേ മോപ്പിംഗ് ഉപയോഗിക്കാറില്ല, പക്ഷേ സെക്ഷൻ നല്ല രസമുണ്ട്. ഏകദേശം ഒരു 6500 പാസ്കലാണ് അതിന്റെ സെക്ഷൻ പവർ. റിവ്യൂ നല്ല അത്യാവശ്യം റിവ്യൂ ഉള്ള സംഭവമാണ് കേട്ടോ. നമ്മുടെ ഈ എക്കോവാക്ക് ഡീബൂട്ട് Y1 Pro എന്ന് പറയുന്ന ഈ വാക്വം ക്ലീനർ. ഇതല്ലേ ഡീബൂട്ട് Y1 Pro. നൈസ് വാക്വം ക്ലീനർ ആണ്. കണ്ടോ, അവരുടെ പാക്കിംഗ് ആണെങ്കിൽ നല്ല സെറ്റ് പാക്കിംഗ് ആണ്. ശരിയാ, വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല അല്ലേ? മനസ്സിലാവും. 2-3 ബോക്സ് ഉണ്ട് സംഭവം പാക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ഭാരം ഉണ്ട് കേട്ടോ. വലിയ ലൈറ്റ് വെയിറ്റ് അല്ല, എന്നാലും ഭാരം ഉണ്ട്. ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, 320 മിനിറ്റ് ഒറ്റ ചാർജിൽ വർക്ക് ചെയ്യും. അതായത് ഏകദേശം ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒറ്റയടിക്ക് തീരും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 5200 mAh ആണ് അതിന്റെ ബാറ്ററി ഉള്ളത്. കണ്ടോ, സംഭവം നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. നോക്ക്, അടിപൊളി സെറ്റ് ആയിട്ടോ. ഇതിനുള്ളിൽ വേറെ പാക്കിംഗ് ആയി. വേറെ പാക്കിംഗ് ഉണ്ട്. ഡീബൂട്ട് Y1 Proന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാക്കിംഗ് അവിടെ ഉണ്ട്. നൈസ്. ഒരു വലിയ തട്ടുമുട്ടൊന്നും ഏക്കാത്ത രീതിയിൽ നല്ല സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് പാക്കിംഗ് അടിപൊളിയാട്ടോ. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഉണ്ട്. നല്ല റിവ്യൂ ഉണ്ട്. ഓൾമോസ്റ്റ് നല്ലൊരു റിവ്യൂ ഉള്ള സംഭവമാണ്. ഞാനിവിടെ ഇരിക്കുമ്പോ ഈ ബാക്കി റിവ്യൂ നോക്കണെന്തിനാ? അതെ, ഉപയോഗിക്കുന്ന ആളുടെ റിവ്യൂ നോക്കിയാൽ ഉപയോഗിക്കുന്ന കേട്ടെന്ന് പറയത്തില്ല, നല്ല സംഭവമാണെന്ന്. വീട്ടിൽ യൂസ് ചെയ്തിട്ട് അല്ല, നല്ലതാ. ഈ മെയിൻ ആയിട്ട് എനിക്ക് ഈ റോബോട്ടിക് വാക്വം ക്ലീനർ ഭയങ്കര ഇഷ്ടം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ അത് ഇങ്ങനെ ഡെയിലി നമ്മൾ തൂത്ത് തുടയ്ക്കുന്നതിന് ഒരു ഈക്വൽ ആയിട്ട് ഡെയിലി തൂത്ത് തുടച്ചാലും ചൂലുകൊണ്ട് അടിക്കുമ്പോൾ നമുക്ക് ഈ സംഭവം ടെസ്റ്റ് മാറും. ഇതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് സെക്ഷൻ ചെയ്ത് പോകുമ്പോൾ ആ പൊടി ഉണ്ടാവില്ല. മൈന്യൂട്ട് ആയിട്ടുള്ള സാധനം വരെ കയറി പോകുമോ. ഈവൻ പെറ്റ്സ് ഉള്ളവരുടെ ഇതിലും, കൂടാതെ ഇപ്പൊ പ്രായമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പൊടി അലർജി ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഒന്നും അനക്കണില്ല, അങ്ങനെ തന്നെ നിർത്തുന്ന കഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പൊടിയൊക്കെ പോകും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഡെയിലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ മൊബൈലിൽ കൺട്രോൾ ചെയ്യാലോ. കണ്ട് ഇതിന്റെ പാക്കിംഗ് കണ്ടോ? വീട്ടിൽ പക്ഷേ നീ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മൾ മറ്റേ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഒരു ഉച്ചയ്ക്ക് 1:30 ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈം സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ തറയിൽ കിടക്കുന്ന സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന്റെ ഉള്ളിൽ വേറൊരു അഡീഷണൽ ആയിട്ട് ഒരു പാക്കിംഗ് പോലെ അതിന് ഷേക്കോ ബെസ്റ്റോ ഒന്നും പറ്റാണ്ടിരിക്കാൻ നല്ല പാക്കിംഗ് ആയിട്ട് ചെയ്തേക്കുന്നത്. അതിന്റെ മാനുവൽ കാർഡ് ഉണ്ടാവും. അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാകും സംഭവത്തിൽ. ഇതാണ് നമ്മുടെ എക്കോവാക്ക് Y1 Pro. നൈസ്. വീട്ടിൽ വാങ്ങിയിട്ട് ഏകദേശം എനിക്ക് 6 മാസമായിട്ടോ. ഞാൻ ഈ അൺബോക്സിംഗിന്റെ കേസൊക്കെ മറന്നുപോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ കാര്യം ഓർമ്മ വന്നത്. സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ട്, മറ്റേ ഇത് പിടിച്ചു കയറ്റാൻ വേണ്ടി അല്ലേ? പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ എക്കോവാക്ക് മെഷീൻ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. വലിയ ഭാരമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കണ്ടോ, നമുക്ക് ഒരു കൈ തന്നെ പിടിക്കാൻ പറ്റും. നോക്ക്, നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് സംഭവം. അത് ഇളക്കം തട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അല്ലെ? ആ സൈഡിലൊക്കെ ഇളകുന്ന ഭാഗത്ത് ഒരു പേപ്പർ പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ സെൻസർ വരുന്നുണ്ട് അതിന്റെ താഴ്ഭാഗം. അതുകൊണ്ട് അവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടായിരിക്കും തോന്നുന്നു നമ്മുടെ ഈ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെഷീൻ താഴെ വെച്ചിട്ട് നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ചാർജിങ് സ്റ്റേഷൻ ലൈറ്റ് വെയിറ്റ് ആട്ടോ, ഒട്ടും ഭാരമില്ല. ഒരു നമുക്ക് നിസ്സാര ഒരു വെള്ളം കൊണ്ട് 2 വെള്ളം കൊണ്ട് പിടിക്കാൻ പറ്റാത്ത വെയിറ്റ് ഉള്ളൂ. കറുത്ത കളറായത് കാരണം ഇനി അഴുക്ക് പിടിക്കുന്നുള്ളത് ഒരു വിഷമം വേണ്ട അല്ലേ?